ഇതിനകത്ത് ഞാൻ ഈ 6 മാസത്തിനുള്ളതിനകത്ത് തന്നെ ഒരു മേജർ 3 ആക്സിഡൻറ്റ്, ഒരു 2 ഫയർ കേസ് അതിനകത്ത് തന്നെ ഉണ്ടായി. ആദ്യമായിട്ട് CO2 റിലീസ് എന്ന് പറയാം. അതായത് ഇതിനകത്തൊരു ബോയിലർ എക്സ്പ്ലോഷൻ തുടങ്ങേണ്ട സമയത്ത് കംപ്ലീറ്റ്ലി ഇതിൻ്റെ എഞ്ചിൻ റൂമിനകത്ത് തീ പിടിക്കുമെന്ന് കണ്ടപ്പം എഞ്ചിൻ റൂം മൊത്തം അടച്ചിട്ട് അതിനകത്ത് നമ്മൾ CO2 കാർബൺ ഡൈ ഓക്സൈഡ് നിറയ്ക്കും ഇതിനകത്ത് ഓക്സിജൻ ഇല്ലാതാക്കാൻ വേണ്ടി. അങ്ങനെ ആ തീ അണയ്ക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. അത് ഈ സീ ലൈഫിൽ വളരെ അപൂർവമായിട്ട് കിട്ടുന്നൊരു എക്സ്പീരിയൻസാണ്. ആ എക്സ്പീരിയൻസ് വരെ എനിക്ക് ഈ 6 മാസത്തിനുള്ളിൽ അവിടുന്ന് കിട്ടുകയാണ്. അപ്പോൾ പലപ്പോഴും എന്നോട് സീനിയർ എഞ്ചിനീയേഴ്സ് തന്നെ പറയും, ഞങ്ങളുടെ ഒന്നും ലൈഫിൽ ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ല, നിനക്ക് അതുവരെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയില്ലേ. അങ്ങനെ ഇതിനകത്ത് ജനറേറ്റർ എക്സ്പ്ലോഷൻ നടന്നിട്ടുണ്ട്, മെയിൻ എഞ്ചിൻ്റെ മേജർ ഡാമേജ് വന്നിട്ടുണ്ട്. അങ്ങനെ അതിനകത്ത് ഇല്ലാത്ത പ്രോബ്ലംസ് ഒന്നുമില്ല. അപ്പം ഇതിനകത്ത് AC ഒന്നും വർക്ക് ചെയ്തില്ല പലപ്പോഴും. അപ്പോൾ AC വർക്ക് ചെയ്ത് വരുമ്പോഴത്തേക്ക് ആൾക്കാരിത് തുറന്നിടും, ഈ ജനലൊക്കെ തുറന്നിടും ഈ കാറ്റ് കയറാൻ വേണ്ടി. അപ്പോൾ ഈ കാറ്റായിട്ട് കയറുന്നത് എന്തുവാണ്, ഈ ഓയിൽ ഫീൽഡിലെ ഫ്യൂംസ് എല്ലാം കൂടിയാണ് ഇതിനകത്തേക്ക് അക്യുമുലേറ്റ് ചെയ്ത് വരുന്നത്. അതിനോടൊപ്പം തന്നെ ഈ ഈ ഓയിൽ ടാങ്കിനകത്തു നിന്നൊക്കെ ഈ ഓക്സിജൻ ലെവൽ കൂടും ടാങ്കിനകത്ത്. അപ്പോൾ ഈ ഓക്സിജൻ ലെവൽ കുറയ്ക്കാൻ വേണ്ടി നമ്മളിതിൻ്റെ ഈ എക്സോസ്റ്റ് ഗ്യാസ് ഇതിനകത്ത് കൊണ്ട് നിറയ്ക്കുന്ന ഒരു IG സിസ്റ്റം എന്ന സാധനമുണ്ട്. ഈ ഇനർട്ട് ഗ്യാസ് സിസ്റ്റമാണ്. ഈ സിസ്റ്റം ഒന്നും അതിൽ വർക്ക് ചെയ്യുന്നില്ല. അപ്പം അതും പ്രോപ്പറാകാതെ വന്നപ്പോഴത്തേക്ക് ഇതൊക്കെ ഒരു ബോംബ് പോലെ ആയി നിൽക്കുന്നൊരു സ്റ്റേജാണ് ഈ കപ്പൽ. അങ്ങനെ എനിക്കിതിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നായി. കാര്യം ഇതിനകത്ത് എന്നും പ്രോബ്ലംസ്, ഫയർ, ഇതൊക്കെ വന്ന് അങ്ങനെ 6 മാസം എൻ്റെ തികയാനായിട്ട് 10 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ ഓരോ ദിവസവും നമ്മളിങ്ങനെ കലണ്ടറിനകത്ത് ഇങ്ങനെ വെട്ടി പോയി എങ്ങനെയെങ്കിലും ഇവിടുന്ന് ഇറങ്ങുകയല്ല, പൈസ കിട്ടണം. നല്ല സാലറിയാണ്. കാര്യം കരയിൽ കിട്ടുന്നതിൻ്റെ 5 ഇരട്ടി സാലറിയാണ് ഈ കപ്പലിനകത്ത്. 1 രൂപ ചിലവില്ല, എല്ലാം അതിനകത്ത് തന്നെ കിട്ടും. അങ്ങനെ ഈ പൈസയ്ക്ക് വേണ്ടി ഞാനിങ്ങനെ പൈസ കിട്ടുക, എനിക്ക് പോവുക, അടുത്ത സിനിമ ഫീൽഡിലേക്ക് അങ്ങ് ഇറങ്ങുക. കാര്യം എൻ്റെ പൈസ ഉണ്ടല്ലോ. എന്നിട്ട് 6 മാസം കഴിഞ്ഞിട്ട് വീണ്ടും തിരിച്ചു വരിക. ഇതാണ് എൻ്റെ ഉദ്ദേശം. അങ്ങനെ ഇത് 10 ദിവസം കൂടെ ഉണ്ട് പുറത്തിറങ്ങാനായിട്ട്. അങ്ങനെ ത്രില്ലിൽ നിൽക്കുമ്പം ഒരു ദിവസം രാവിലെ എനിക്ക് നൈറ്റ് ഡ്യൂട്ടിയാണ്. ഈ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് എൻ്റെ ക്യാബിനിലേക്ക് പോകാനായിട്ട് ലിഫ്റ്റിൻ്റെ അടുത്ത് വന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് അവിടെ ഒരു ഫയർ അലാം കിട്ടും. അവിടെ പിന്നെ ഫയർ അലാം കേട്ടാൽ ആർക്കും ഒരു പേടിയൊന്നുമില്ല, കാര്യം സ്ഥിരം ഉണ്ടാകുന്ന അലാമാണ്. അപ്പം ആരും അത് ഒരു വലിയ കാര്യമായിട്ട് ഞാൻ വിചാരിച്ചത് ഒരു ടെസ്റ്റ് നടത്തുകയാണ്. ഒരു ദിവസം 5 തവണ കേൾക്കുന്ന സാധനമാണ് ഈ ടെസ്റ്റ്. ചിലത് മാൽ ഫങ്ഷൻ കാരണം കേൾക്കും. അപ്പോൾ ഞാൻ ലിഫ്റ്റിൽ വീണ്ടും കയറാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആരോ എന്ന് പറഞ്ഞു ലിഫ്റ്റ് യൂസ് ചെയ്യരുത്, ഫയർ ഉണ്ടെന്ന് പറഞ്ഞു. ശരിക്കും അപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങോട്ട് ഓടുന്നുണ്ട്. അങ്ങനെ ചെന്ന് നോക്കുമ്പം ഒരു ക്യാബിനകത്ത് ആരാണ്ട് സിഗരറ്റ് വലിച്ചിട്ടെങ്ങാണ്ടാന്ന് തോന്നുന്നു, മെത്ത ഇങ്ങനെ ചെറുതായിട്ട് നമുക്ക് പുറത്തുനിന്ന് കാണാം, മെത്ത ഇവിടെ കത്തി തുടങ്ങുന്നുണ്ട്. അപ്പം ആർക്കും വലിയ കുഴപ്പമില്ല, മെത്ത പെട്ടെന്ന് അത് അണയ്ക്കാവുന്ന സാധനമല്ലെന്ന് പറഞ്ഞ് ഫയർ എക്സ്റ്റിങ്ക്വിഷർ എടുക്കുമെന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും. ഒന്നും ഒരു പ്രോപ്പർ സ്ഥലത്തൊന്നും അല്ല ഇരിക്കുന്നത്. പക്ഷേ യു വോണ്ട് ബിലീവ്, ഇത് നിമിഷ നേരം കൊണ്ടാണ് ഈ മെത്തേ കിടന്ന സാധനം ഇങ്ങനെ കത്തി പടരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഇങ്ങനെ കത്തുന്ന ആരും കണ്ടിട്ടില്ല. കാര്യം ഇതിനകത്തില്ല ഓയിൽ ഫ്യൂംസ് എല്ലാം കൂടെ വന്ന് നിന്നിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ കമ്പക്കോട്ടയ്ക്ക് തീ കൊടുക്കുന്ന പോലൊരവസ്ഥയാണ്. ഇതിങ്ങനെ കത്തി വരികയാണ്. ഞങ്ങളുടനെ എമർജൻസി ഫയർ പമ്പ് എടുത്ത് നോക്കുമ്പോൾ അതിന് പ്രഷറില്ല. ആകെ എല്ലാവരും പാനിക്കായി. ഇതങ്ങ് കത്തിപ്പിടിക്കുകയാണ്, പുക ഭയങ്കരമായിട്ട് വരാൻ തുടങ്ങി. പിന്നെ ആകെ ഉള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ മെയിൻ ഫയർ പമ്പ് കപ്പലിൻ്റെ അടിയിലാണ്, ഏറ്റവും ഇതിൻ്റെ ഒരു ഹ്യൂജാണ്. ഒരു മെയിൻ ഡെക്കിൽ നിന്ന് ഒരു 6-7 നില താഴെ പോകണം ഇത് ഈ മെയിൻ ഫയർ പമ്പ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ. അപ്പോൾ എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് എനിക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും അന്നത്തെ ഒരു യങ് ബ്ലഡ് അല്ലേ, ഞാനിത് ചാടി കയറി എനിക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ നോക്കിയപ്പോൾ ചീഫ് എഞ്ചിനീയർ അകത്തേക്ക് ഇറങ്ങിപ്പോകുന്നു, 3rd എഞ്ചിനീയർ ഇറങ്ങിപ്പോകുന്നു. ഞാൻ ഉടനെ ആവേശത്തിന് ഇവരുടെ പുറകെ ഇറങ്ങിപ്പോവാണ്. അപ്പം ഞാൻ വന്നേക്കുന്നത് വേറെ വഴി. ഞാൻ വരുന്ന വഴിക്ക് ഞാൻ കണ്ടു അവിടെ സ്റ്റെയർ കേസ് താഴേക്കുള്ളൂ. അപ്പം എഞ്ചിൻ റൂമിനകത്തേക്ക് ഇറങ്ങുന്നിടത്ത് താഴേക്ക് വരുന്നിടത്ത് സ്റ്റെയർ കേസിൻ്റെ അവിടെ മുകളിൽ കത്തി തുടങ്ങുന്ന കണ്ട്. ഞാൻ വേറെ വഴി കൂടെ വന്നേക്കുന്നത്. അപ്പോൾ ഞാൻ അവിടുന്ന് ഫയർ വന്ന് കത്തി തുടങ്ങുന്ന കണ്ട്. ഇത് ചീഫ് എഞ്ചിനീയർ കണ്ടിട്ടില്ല. അപ്പോൾ ഞാൻ എഞ്ചിൻ റൂമിനകത്തേക്ക് ഇപ്പം ചീഫ് എഞ്ചിനീയർ വേറെ വഴിക്കൂടെയാണ് അവിടെ എൻ്റർ ചെയ്യുന്നത്. ഞാൻ ഉടനെ ചീഫ് എഞ്ചിനീയറെ വിളിച്ചിട്ട് പറഞ്ഞ്, ബെടാ സാബ് ഇവിടെ ഫയറുണ്ട് വന്ന് നോക്കാം. പുള്ളി നോക്കിയപ്പം മുകളിലത്തെ സ്റ്റെപ്പാണ് കത്തിയേക്കുന്നത്. അപ്പോൾ പുള്ളി പറഞ്ഞോ വീൽ ഗോ ആൻഡ് സ്റ്റാർട്ട് എന്ന് പറഞ്ഞിട്ട് പുള്ളി താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എനിക്ക് ആകെ സംശയം. കാര്യം എനിക്കറിയാം ഈ
ഇത് മുകളിൽ നിന്ന് കത്തി തുടങ്ങി ഞാൻ പുറത്തുനിന്ന് കണ്ടതാണ്. ഇങ്ങനെ ചൂട്ടുകറ്റ കത്തുന്ന പോലെയാണ് കത്തുന്നത്. ഇത് പെട്ടെന്ന് കത്തി ഇറങ്ങാൻ ചാൻസ് ഉണ്ടെന്നറിയാം. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിന് കുറച്ച് നാളിന് മുമ്പ് ഒരു തേർഡ് എഞ്ചിനീയർ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഒരു സീനിയർ തേർഡ് എഞ്ചിനീയറാണ്. പുള്ളി ഈ എക്സാം പാസ്സാവാത്ത കാരണം വർഷങ്ങളായിട്ട് തേർഡ് എഞ്ചിനീയറായിട്ട് തന്നെ നിൽക്കുക. ഈ തേർഡ് എഞ്ചിനീയറിന് സെക്കൻഡ് എഞ്ചിനീയറിലേക്ക് പോകണമെങ്കിൽ ഒരു എക്സാം ഉണ്ട്, മേജർ എക്സാം ഉണ്ട്. അത് പുള്ളി പാസ്സാവാത്ത കാരണം പുള്ളി തേർഡ് എഞ്ചിനീയറായിട്ട് ഇങ്ങനെ കിടന്ന് ഫസ്റ്റേറ്ററായിട്ട് നിൽക്കുന്നൊരു പാർട്ടിയാണ്. പക്ഷേ പുള്ളി ആണ് എന്നെ ഈ പണികളെല്ലാം ഇതിൻ്റെ പ്രോബ്ലംസ് എല്ലാം പഠിപ്പിച്ച പുള്ളിയാണ്. ഈ എങ്ങനെയാണ് റിപ്പയർ എന്നൊക്കെ ഉള്ളത്. ശരിക്കും കാർ സർവീസ് റിപ്പയർ ഷോപ്പിൽ ആൾക്കാരെ പഠിപ്പിക്കുന്ന പോലെയാണ്. ഇത്തിരി വലിയ സാധനമാണെന്നേ ഉള്ളൂ ഈ കപ്പലിനകത്ത്. അപ്പോൾ പുള്ളി അന്ന് എനിക്ക് പറഞ്ഞു തന്നൊരു പാഠമുണ്ട്. ഫയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫയറിൻ്റെ ഫുൾ ഫോം വെച്ചാൽ ഫൈൻഡ് ഇറ്റ്, ഇൻഫോം ഇറ്റ്, റെസ്ട്രിക്റ്റ് ആൻഡ് എക്സ്റ്റിങ്ക്വിഷ്. ഇതാണ് ഫയറിൻ്റെ ഫുൾ ഫോം. പുള്ളി പക്ഷേ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇതൊക്കെ ശരിയാണ്, പക്ഷേ ചില അവസ്ഥയിൽ കൈവിട്ടു പോകുന്ന ഫയറാണെങ്കിൽ അതിൻ്റെ ഫുൾ ഫോം അങ്ങ് മാറ്റി എഴുതുക. ഫർഗെറ്റ് ഇറ്റ്, ഇഗ്നോർ ഇറ്റ്, റൺ, എസ്കേപ്പ്. ഇതായിരിക്കണം ഫയറിൻ്റെ ഫുൾ ഫോം. ഒരു നിമിഷം ഞാനിങ്ങനെ ഇതിൻ്റെ അവസ്ഥയെല്ലാം നോക്കിയപ്പം എൻ്റെ മനസ്സിൽ ഈ തേർഡ് എഞ്ചിനീയർ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ ഈ ഫ്രെയിമിൽ ഇങ്ങനെ തെളിഞ്ഞു നിൽക്കുന്നത്. എന്നാലും നമ്മുടെ ഉള്ളിൽ ആ യങ് ബ്ലഡിൻ്റെ പ്രശ്നമാണ്. എന്നാലും ഞാൻ ഈ ചീഫ് എഞ്ചിനീയർ താഴോട്ട് പോകുമ്പം ഞാൻ കൂടെ ഇറങ്ങി ഒരു ഏറ്റവും താഴെ ഫ്രണ്ടിൽ ചീഫ് എഞ്ചിനീയർ പോകുന്നുണ്ട്, തൊട്ട് താഴെ തേർഡ് എഞ്ചിനീയർ പോകുന്നുണ്ട്. സെക്കൻഡ് എഞ്ചിനീയർ സ്ഥലത്തില്ല, പുള്ളി മെഡിക്കൽ ലീവിൽ അങ്ങ് ബോംബെയിൽ പോയേക്കാണ്. ഞങ്ങളൊരു 3 നില താഴേക്ക് പോയപ്പോഴേ ഞാൻ പെട്ടെന്ന് ആലോചിച്ചു, ഞങ്ങളിതിന് 3 പേരുടെ പോയിട്ട് മെയിൻ ഫയർ പമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കുന്നത്, ഒരാൾ കാവലിൽ നിന്നൂടെ. അപ്പോൾ ഞാൻ വെച്ച് ഇവർ 2 പേരോട് അത് സ്റ്റാർട്ട് ചെയ്യട്ടെ, അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്, എനിക്ക് വെറുതെ പോയി നോക്കി നിൽക്കാനേ പറ്റൂ. ഞാനൊരു ഇൻഫോമറായിട്ട് മുകളിൽ വരാമെന്ന് പറഞ്ഞ് ഞാൻ മേലേക്ക് കയറി വന്ന് ഞാൻ ഈ എൻജിൻ റൂമിൻ്റെ പുറത്തേക്ക് കിടക്കുന്നൊരു ഡോറുണ്ട്. ഈ ഡോറ് തുറന്നതേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ കറുത്ത ഇങ്ങനെ ഉള്ളിലേക്ക് തള്ളി കയറുകയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ സ്റ്റെയർ കേസ് കത്തി താഴെ എത്തിക്കഴിഞ്ഞ് ആ അലിവേ മൊത്തം ഫയറായെന്ന്. ഞാൻ ഈ ഡോറ് തിരിച്ചടച്ചിട്ട് എൻ്റെ മുന്നിൽ പിന്നെയുള്ള ഒരു ഓപ്ഷൻ വെച്ചാൽ പിന്നെ ആ എൻജിൻ റൂമിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ 2 മാർഗ്ഗമേ ഉള്ളൂ. ഒന്നെങ്കിൽ ഇതിൻ്റെ ഫണലുണ്ട്, ഇതിൻ്റെ നടുക്കൊരു ഫണലുണ്ട്, ആ ഫണൽ വഴി മേലേക്ക് പോയിട്ട് ഫണൽ എസ്കേപ്പ് എന്ന് പറയും. പക്ഷേ ഈ ഫണൽ എസ്കേപ്പിൽ കൂടെ പോയാലും രക്ഷപ്പെടാനുള്ള ചാൻസ് കുറവ്. കാര്യം ഈ ഫണലിന് ചുറ്റും അക്കോമഡേഷനാണ്. ഈ അക്കോമഡേഷൻ മൊത്തം ഫ്യൂംസ് മൊത്തം നിറഞ്ഞ് കാരണം കത്തി തുടങ്ങിയിട്ടുണ്ട്. അതുവഴിയുള്ള എസ്കേപ്പ് ചെയ്യാനുള്ള ചാൻസ് കുറവാണ്. എനിക്ക് താഴെ പോയിട്ട് ഇൻഫോം ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അന്നേരം തേർഡ് എഞ്ചിനീയർ പിന്നെ എൻ്റെ മുന്നിൽ വന്ന് തെളിഞ്ഞ് റൺ ആൻഡ് എസ്കേപ്പ്. അപ്പോൾ എനിക്കറിയാം ഇനി അവിടെ നിന്നിട്ട് കാര്യമില്ല. ചീഫ് എഞ്ചിനീയർ തേർഡ് എഞ്ചിനീയർക്ക് ഏതായാലും ഇതുവഴി പോകാൻ പറ്റില്ല, അവർക്ക് ആകെ ഉള്ളത് ഫണൽ എസ്കേപ്പ്. അവരിത് സ്റ്റാർട്ട് ചെയ്തിട്ട് അവരതുവഴി കയറട്ടെ. എനിക്കറിയാം അതുവഴി പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. പിന്നെ ഉള്ള ഒറ്റ ചാൻസ് ഉള്ളത് ഈ പുകയുള്ള ആ സ്ഥലത്തൂടെ ഒരു 10 സ്റ്റെപ്പ് ഇടത്തേക്ക് നടന്ന് ഒരു ടേൺ ഉണ്ട് വലത്തേക്ക്, അവിടെ 2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ മുകളിലേക്കൊരു എമർജൻസി എസ്കേപ്പ് ഉണ്ട്. ഇത് ഞാൻ കണ്ടുപിടിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഷിപ്പ് ഡിസൈനർ ആയതുകൊണ്ട് എനിക്ക് ഈ ജൂനിയർ എഞ്ചിനീയറുടെ ജോബാണ് എല്ലാ ദിവസവും പോയിട്ട് ഇതിൻ്റെ റീഡിങ്സ് എടുക്കുക. ഈ ഓരോ മെഷീൻസിൻ്റെ അതിനകത്ത് ഫ്രിഡ്ജ് റൂമുണ്ട് അവിടെ. ഈ ഫ്രിഡ്ജിൻ്റെ ടെമ്പറേച്ചർ എടുക്കാൻ വേണ്ടി എനിക്ക് അവിടെ പോകണം. ഈ ഫ്രിഡ്ജ് റൂമിൻ്റെ തൊട്ടടുത്താണ് ഈ എമർജൻസി എസ്കേപ്പ്. അപ്പോൾ ഞാൻ ഓരോ തവണയും പോയിട്ട് ഈ റീഡിങ് എടുക്കാൻ നേരം ഞാൻ ഇങ്ങനെ അറിയാതെ നിലയ്ക്ക് നോക്കുമ്പോഴാണ് എമർജൻസി എസ്കേപ്പ് ഒരെണ്ണം അവിടെ ഉള്ളത് എൻ്റെ മൈൻഡിൽ രജിസ്റ്റർ ചെയ്യുക. അത് ഞാൻ ഡിസൈനർ ആയതുകൊണ്ട് മാത്രമേ ഞാൻ രജിസ്റ്റർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരും അത് ഞാൻ ശ്രദ്ധിക്കത്തില്ല. അപ്പോൾ എനിക്ക് കൃത്യമായിട്ടറിയാം ഞാൻ നിൽക്കുന്ന സ്ഥലത്തു നിന്ന് എനിക്ക് രക്ഷപ്പെടാൻ ഒറ്റ ശ്വാസത്തിൽ ഈ ഡോറ് തുറക്കുക. കാര്യം പോയിസണസ് സ്മോക്കാണ്, ഈ ഡോറ് തുറന്നാൽ പോയിസണസ് സ്മോക്കാണ്. ഒറ്റ ശ്വാസത്തിൽ ഞാൻ ഒന്നെങ്കിൽ ഞാൻ മരിക്കും, ഇല്ലെങ്കിൽ ഞാൻ രക്ഷപ്പെടും. അപ്പോൾ എൻ്റെ മുന്നിൽ ഒറ്റ മാർഗ്ഗമുള്ള റിസ്ക് എടുക്കുക. ആ പ്രായത്തിൻ്റെയാണ്, അവിവേകമായിരിക്കാം, പക്ഷേ ഞാൻ ഒന്നും ആലോചിച്ചില്ല. നമ്മുടെ തേർഡ് എഞ്ചിനീയർ മനസ്സിൽ പറയുക റൺ എസ്കേപ്പ് എന്ന പുള്ളി പറയുന്ന പോലെ ഇരിക്കുകയാണ്. ഞാൻ ഈ ഡോറ് തുറന്ന് വീണ്ടും കറുത്ത പുക അകത്തേക്ക് കയറുകയാണ്. ഞാൻ പുറത്തിറങ്ങി ഞാനങ്ങ് അടച്ചു. കാര്യം അത് തുറന്നിട്ട് ആ പുക അകത്തേക്ക് കയറും. ഞാനത് ഒറ്റ അടപ്പ് അടച്ച് പിന്നെ ഒന്നും കാണാൻ വയ്യ. അകത്തുനിന്ന് എടുത്തേക്കുന്ന ശ്വാസത്തിലാണ് പിന്നെ ഈ കുറ്റിട്ട് ഒരു ശ്വാസം എടുത്ത് അന്നേരം തീർന്നു. കാര്യം പോയിസണസ് ഗ്യാസാണ്. ഞാൻ ഈ ഭിത്തിയിൽ ഇങ്ങനെ തടവി എനിക്കറിയാം ആ 10 സ്റ്റെപ്പ് കഴിയുമ്പം റൈറ്റിലേക്ക് ഒരു ടേൺ ഉണ്ട്, 2 സ്റ്റെപ്പ് കഴിഞ്ഞാൽ മേലേക്ക് ഒരു വെർട്ടിക്കൽ ലാഡറുണ്ട്. ഞാൻ ഇത്രയും തപ്പി അങ്ങോട്ട് ചെന്ന് ഈ
അപ്പോഴത്തേക്ക് എൻ്റെ ഈ മാക്സിമം നമുക്ക് 1 മിനിറ്റ് വരെയല്ല ഒരു ശ്വാസം എടുക്കാൻ പറ്റുമോ. ഈ ലാഡർ കയറി ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് എൻ്റെ ശ്വാസം പോകുന്ന നിമിഷമാണ്. ഞാൻ അവിടെ വന്നു, ഇതിൻ്റെ പുറത്തെ ഹാഷ് കവർ തള്ളുന്നവരെ എനിക്ക് ഓർമ്മയുണ്ട്. തള്ളുന്നതും ഇത് പൊങ്ങുന്നതും ഭൂന്നും പറഞ്ഞുകൊണ്ട് ഈ ഗ്യാസ് എല്ലാം കൂടെ പുറത്തേക്ക് വരികയാണ്. അപ്പോഴത്തേക്ക് എൻ്റെ ശ്വാസം പോയി. ഞാൻ ഈ പോയ്സണസ് സ്മോക്ക് ആണ് ഞാൻ ആ ശ്വാസത്തിലെടുക്കുന്നത്. അത്ര എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ ഡെക്കിൽ ആൾക്കാർ നിൽപ്പുണ്ട്, ഈ രക്ഷപ്പെട്ട് മറ്റ് ക്രൂ എല്ലാം ഡെക്കിൽ നിൽപ്പുണ്ട് അവിടെ. അവർ ഈ കണ്ട് ഇത് തുറക്കുന്ന ആരോ അവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. അവരിൽ ആരോ എന്നെ തൂക്കിയെടുത്ത് ഡെക്കിലിട്ടു. അപ്പോഴത്തേക്ക് എനിക്ക് ബോധം പോയി. അവർ വെള്ളമെല്ലാം കൊണ്ടുവന്നാക്കി ഫസ്റ്റ് എയ്ഡ് എല്ലാം തന്നു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധം വന്ന് എണീറ്റു. പിന്നെ ഞാൻ കാണുന്നത് ഈ കപ്പൽ മൊത്തം നിന്ന് കത്താൻ ശ്രമിക്കുന്നതാണ്, കത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അവിടുന്ന് രക്ഷയില്ല. സൗദി അറേബ്യ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ്. സഞ്ചാരം വോള്യം നമ്പർ 20. ഫുൾ HD-യിലുള്ള അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995444222. ഞങ്ങളെല്ലാം പിന്നെ അവിടുന്ന് ഇറങ്ങി. അപ്പം ഈ 2 പേര് അകത്ത് ട്രാപ്പ് ചെയ്ത് കിടക്കുകയാണ്. ഞങ്ങൾ ഫ്രണ്ടിൽ വന്നപ്പോഴത്തേക്ക് ക്യാപ്റ്റൻ ആകെ പാനിക്കായിട്ട് നിൽക്കുകയാണ്. ക്യാപ്റ്റനും ഒരുപാട് വളരെ റീസെൻ്റായിട്ട് ജോയിൻ ചെയ്തേക്കുന്ന ഒരു ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന് എന്ത് ചെയ്യണം എന്നറിയില്ല. അദ്ദേഹം ഇവരെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ബഹളം വെക്കുക. അദ്ദേഹത്തിന് പോകാൻ ഈ വഴി പോലും കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പം ക്യാപ്റ്റൻ ആർക്കെങ്കിലും പോയി ഇവരെ ഒന്ന് രക്ഷപ്പെടുത്താൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ഞാനാണ് ലാസ്റ്റ് കണ്ടേക്കുന്നത്, അവർ എഞ്ചിൻ റൂമിനകത്തുണ്ട്, ഇനി അവരെ രക്ഷപ്പെടുത്തണമെങ്കിൽ ഈ ഫണൽ വഴി ഇറങ്ങിയിട്ട് താഴെ പോയിട്ടാകണം. അപ്പോൾ എനിക്കറിയാം ഒരാൾ പോലും മുന്നോട്ട് വരുന്നില്ല. എനിക്ക് വഴി അറിയാം, ഇല്ല പത്മവ്യൂഹത്തിൽ കയറുന്ന പോലെയാണ്, അതിനകത്ത് കയറാൻ എനിക്കറിയാം. പിന്നെ തിരിച്ച് വരുവുള്ളതിന് യാതൊരു ഉറപ്പില്ല. കാര്യം അതിൻ്റെ ഒരു സൈഡ് മൊത്തം കത്തിക്കഴിഞ്ഞ്, ഇപ്പുറത്തെ സൈഡ് എൻട്രിയുടെ അവിടെ അപ്പോഴും ഫയർ ആയിട്ടില്ല. ഞാൻ പറഞ്ഞു, ക്യാപ്റ്റൻ പറഞ്ഞു അതുവഴി കയറി കഴിഞ്ഞാൽ നമുക്ക് താഴെ പോവാം, അവർ ഫയർ എഞ്ചിൻ, അപ്പോൾ തനിക്ക് വഴിയെല്ലാം അറിയാം. ഞാൻ പറഞ്ഞു ഞാൻ പോകാൻ റെഡിയാണ്. അപ്പോഴത്തേക്ക് ഈ മലയാളി ആയിട്ടുള്ള നമ്മുടെ നായർ സാഹിബ് പുള്ളി പറഞ്ഞു, പോകരുത്, നീ രക്ഷപ്പെടത്തില്ല, കാര്യം ഫയർ അത്രയായിട്ട് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു എനിക്ക് ഉത്തരവാദിത്വം, ഞാൻ പൊക്കോളാന്ന് പറഞ്ഞു. അപ്പം ക്യാപ്റ്റൻ ഭയങ്കര സന്തോഷമായി. ക്യാപ്റ്റൻ ഉടനെ ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഈ ബ്രീത്തിങ് അപ്പാരസ് കൊണ്ടുവന്നിട്ട് എൻ്റെ പുറത്ത്, കാര്യം ഈ ബ്രീത്ത് ചെയ്യാൻ പറ്റത്തില്ല അറിയാം. അപ്പോൾ ഈ ബ്രീത്തിങ് അപ്പാരസുമായിട്ടേ പോകാൻ പറ്റും, കാര്യം തിരിച്ച് വരുമ്പോൾ ഇതില്ലെങ്കിൽ നടക്കത്തില്ല. ഇതെടുത്ത് കെട്ടാൻ നോക്കിയപ്പോഴാണ് ആകെ ഒരു ബ്രീത്തിങ് അപ്പാരസേ അവൈലബിൾ ആയിട്ടുള്ളൂ, ബാക്കിയെല്ലാം ഈ അക്കോമഡേഷനകത്താണ്, എടുക്കാൻ പറ്റില്ല. ഇതെടുത്ത് കെട്ടാൻ നോക്കിയപ്പോൾ ഇതിൻ്റെ സ്ട്രാപ്പ് വർക്ക് ചെയ്യുന്നില്ല. അതോടുകൂടി ഒരു ചാൻസും ഇല്ല. അല്ലെങ്കിൽ ഞാൻ ആ സ്ട്രാപ്പ് ഉണ്ടെങ്കിൽ ഞാൻ പോകേണ്ടതാണ്. അവസാനം എല്ലാവരും, ക്യാപ്റ്റൻ ഭയങ്കര അപ്സെറ്റായി. അതോടുകൂടി എല്ലാവർക്കും മനസ്സിലായി, എല്ലാവരും ഹോപ്പ് പോയി. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതിനകത്ത് 40,000 ടൺ ഓയിൽ ഉണ്ട് ഈ ടാങ്ക്സിനകത്ത്. ആ അക്കോമഡേഷൻ കഴിഞ്ഞാൽ ആ സ്പ്രെഡ് ഇത് ഇങ്ങോട്ട് വരും. പിന്നെ ഇതൊരു ബോംബ് പോലെയാണ്, ഇതിനകത്തെല്ലാം എക്സ്പ്ലോസീവ് ലിമിറ്റിലാണ് അതിൻ്റെ ഗ്യാസ് ഇരിക്കുന്നത്. പിന്നെ അവിടുന്ന് എസ്കേപ്പ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പം ഈ കപ്പൽ കാറ്റിനെതിരെ 2 ടഗ് നിന്നിങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം തിരിഞ്ഞു കഴിഞ്ഞാൽ ഈ ഫയർ ഈ ഓയിലിൻ്റെ സൈഡിലേക്ക് വരും. അങ്ങനെ പെട്ടെന്നൊരു ഈ ഓയിൽ ഫീൽഡിൽ ഈ ടഗുകളിൽ ഒരെണ്ണം അവിടെ വന്ന്, അവിടെ കുറേ ടഗുണ്ട് ആ ഓയിൽ ഫീൽഡിൽ. അതിലൊരു ടഗ് വന്ന് ഞങ്ങളെ ഈ ടഗിനകത്തേക്ക് എല്ലാവരും കയറ്റി. ആദ്യം ചാടി ഇറങ്ങിയത് ക്യാപ്റ്റനായിരുന്നു. അതാണ് ഏറ്റവും കോമഡി. സാധാരണ ഇത്തരം ഒരു ഫിഗർ സംഭവം ഉണ്ടാകുമ്പം ഏറ്റവും അവസാനമാണ് ക്യാപ്റ്റൻ ഇറങ്ങുന്നത്. ഇത് ഞാൻ ഇറങ്ങുമ്പം ക്യാപ്റ്റൻ അവിടെ അതിനകത്തുണ്ട്. പുള്ളി അബാൻഡൻ എന്ന് ക്യാപ്റ്റൻ അബാൻഡൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നമ്മൾ വിട്ടോണം. അപ്പം പുള്ളി അബാൻഡൻ എന്ന് പറഞ്ഞാൽ പുള്ളിയാണ് ആദ്യം ഇറങ്ങുന്നത്. അങ്ങനെ അവിടെ ഇറങ്ങി. പിന്നെ ഞങ്ങളെ ഏതോ ഒരു റിഗിലേക്കാണ് ഏതോ ഒരു ഇതുപോലൊരു വേറൊരു കപ്പലുണ്ട്. ആ കപ്പലിലേക്ക് ആദ്യം റിഗിൽ കൊണ്ടുപോയി, അവിടുന്ന് ഞങ്ങളെ ഒരു കപ്പലിലേക്ക് മാറ്റി. അപ്പോഴത്തേക്ക് ഈ കപ്പൽ പിടിച്ചുകൊണ്ടിരുന്ന ടഗുകൾക്ക് മനസ്സിലായി ആകെ പ്രശ്നം, അത് എക്സ്പ്ലോഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ടഗ് അവസാനം ഈ കയറങ്ങ് കട്ട് ചെയ്യുക. പിന്നെ ഈ കപ്പൽ ഒഴുകി അങ്ങ് പോവുകയാണ്. ഈ കറണ്ടുണ്ട്. ഞങ്ങളെ ഏതൊരു കപ്പലിലാക്കി ഈ കവറുകൾ മാത്രം ഇട്ട കവറുകൾ മാത്രമായിട്ട് ഞങ്ങളവിടെ നിൽക്കുകയാണ്. അപ്പോഴത്തേക്ക് ന്യൂസ് നാട് മുഴുവൻ ഫ്ലാഷായി. ഇതിലെ എൻജിനീയേഴ്സ് മരിച്ചു എന്നുള്ളത്, ട്രാപ്പായ എൻജിനീയേഴ്സ് മരിച്ചു എന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിലെല്ലാം ഞാനും മരിച്ചു എന്നുള്ള രീതിയിൽ എല്ലാം ആയി. 3 ദിവസം ഒരു ന്യൂസും ഇല്ല. അപ്പം 3 ദിവസമായിട്ട് എൻ്റെ ബോഡി വരാൻ വേണ്ടിയുള്ള ബോഡി കിട്ടാതിരിക്കാം. അങ്ങനെ മിസ്സിങ് ആണ്. 3-ാമത്തെ ദിവസം ഞങ്ങളെ ബോംബെയിൽ കൊണ്ടുവന്ന് ഇറക്കി വിടുകയാണ്. ഇറക്കി വിട്ടിട്ട് ഞാൻ ആദ്യം വീട്ടിലേക്ക് ഫോൺ ചെയ്യുമ്പോഴാണ്
അവരന്നേരം അറിയുന്നത് ഞാൻ രക്ഷപ്പെട്ടു എന്നുള്ളത്. പക്ഷേ എന്താ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ ഈ ക്യാപ്റ്റൻ അപ്പോൾ എനിക്ക് ഭയങ്കര എൻക്വയറി ചെയ്തിന് ഈ ഇത്രയും 2 ചീഫ് എഞ്ചിനീയറും തേർഡ് എഞ്ചിനീയറും ഇതിനകത്ത് മരിച്ചേക്കല്ലേ. അപ്പം അവർ ട്രാപ്പായി പോയി അതിനകത്ത്. അപ്പം ഇവർ രക്ഷപ്പെട്ടോ ഇല്ലയോ എന്ന് പോലും നമുക്കറിയത്തില്ല. ആ കപ്പലെ കട്ട് ചെയ്തങ്ങ് വിട്ടേക്കുകയാണ്. അപ്പോൾ അതിൻ്റെ എൻക്വയറി നടക്കുകയാണ്, ഭയങ്കര എൻക്വയറി. അപ്പം ക്യാപ്റ്റനോട് എല്ലാവരും ചോദിക്കുന്നത് നീ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞില്ല, ഞാൻ രക്ഷപ്പെടുത്താൻ എല്ലാം ശ്രമിച്ചു. 5 സാബിന്, അതായത് ഞാൻ 5th എഞ്ചിനീയറാണ്, അതിലേക്ക് വിടാൻ ശ്രമിച്ചു എന്നൊക്കെ. പക്ഷേ അതിനകത്ത് ഈ ബ്രീത്തിങ് അപ്പാരസിൻ്റെ ഇഷ്യൂ കൊണ്ടാണ് വിടാൻ പറ്റാഞ്ഞതെന്ന് പറയുന്നു. അപ്പോൾ ഞാൻ പ്രൈം വിറ്റ്നസ് ആയി കഴിഞ്ഞു. ഞാനാണ് ഇവരെ അവസാനമായിട്ട് കാണുന്നത്, ഞാനാണ് ഇതിനകത്ത് പോകാൻ ശ്രമിച്ചേക്കുന്നത്. ക്യാപ്റ്റൻ എൻ്റെ പേരാണ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ബോംബെയിൽ ജീവനും കൊണ്ട് രക്ഷപ്പെട്ടു വന്ന ഞാൻ അതിലും പെട്ടു. കാര്യം ഈ എൻക്വയറി മൊത്തം ഒരു ക്ലാസ് എൻക്വയറി, ഇൻഷുറൻസ് എൻക്വയറി, DG ഷിപ്പിംഗ്, അങ്ങനെ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ്, ഗവൺമെൻറ് എൻക്വയറി, പോലീസ് എൻക്വയറി എല്ലാം ഉണ്ട്. ഇതിനകത്തെല്ലാം പോയിട്ട് ഡെയിലി ഓരോ സ്ഥലത്ത് പോയി സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കേണ്ട അവസ്ഥയാണ്. അങ്ങനെ ഈ എൻക്വയറി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ക്യാപ്റ്റൻ കൽറയുടെ ഓഫീസിൽ നിന്ന് വീണ്ടും ഇൻസ്ട്രക്ഷൻ. കപ്പലപ്പോഴത്തേക്ക് അവിടെ നിന്ന് ഏതാണ്ട് 200 നോട്ടിക്കൽ മൈൽ അപ്പുറത്തേക്ക് അങ്ങ് ഒഴുകിപ്പോയി, കപ്പലിലേക്ക് തിരിച്ചു. അപ്പോഴത്തേക്ക് എന്താണ് ഷിപ്പിംഗ് കോർപ്പറേഷൻ്റെ ഒക്കെ വലിയ ഫയർ ഫൈറ്റിംഗ് സാധനങ്ങളിലൊക്കെ വെസൽസൊക്കെ വന്ന് ഇതിൻ്റെ ഫയർ മൊത്തം എന്താണ് ഫോമൊക്കെ വെച്ച് അടിച്ച് അപ്പോഴത്തേക്ക് എല്ലാം മിക്കവാറും കപ്പൽ കത്തി, അക്കോമഡേഷൻ മൊത്തം കത്തിപ്പോയി. അപ്പോൾ അതിലേക്ക് തിരിച്ചു പോകണം. ഈ സാൽവേജ് ഓപ്പറേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും ഈ ബോംബെയിലെ എൻക്വയറി കഴിഞ്ഞ് ഞാൻ ഈ സെക്കൻഡ് എഞ്ചിനീയർ, മെഡിക്കലിന് പോയ സെക്കൻഡ് എഞ്ചിനീയർ ആയിട്ട് ഞാൻ തിരിച്ച് കപ്പലിൽ പോവുകയാണ്. ഞങ്ങൾ 2 പേരുമാണ് ആ കപ്പലിലുള്ളത്. പിന്നെ കുറേ വർക്ക്ഷോപ്പ് ആൾക്കാരെല്ലാം വന്ന് ഇത് മൊത്തം ക്ലീൻ ചെയ്യണം. ഇത് തീ പിടിച്ച് മൊത്തം നാശമായിരിക്കുകയാണ്. കപ്പൽ ഏതാണ്ട് പകുതി മുങ്ങിക്കിടക്കുക. കാര്യം എഞ്ചിൻ റൂമിനകത്തെല്ലാം വെള്ളം കയറി. ഞങ്ങൾ അവസാനം ഇതിനകത്ത് കയറി ആദ്യം നോക്കുന്നത് ഇവരെ കണ്ടെത്തണ്ടേ, ഇവരെവിടെയാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളിങ്ങനെ കയറി നടന്ന് ഇപ്പം താഴെ എഞ്ചിൻ റൂമിൻ്റെ പകുതി വെള്ളമായി കഴിഞ്ഞ് ഞങ്ങൾ നടന്ന് എനിക്കറിയാം ഇവർക്ക് എസ്കേപ്പ് ചെയ്യണമെങ്കിൽ ഫണലിൻ്റെ അടുത്തൂടെ എസ്കേപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഞങ്ങളിങ്ങനെ ഈ സ്റ്റെയർ കേസ് കയറി അവസാനം ഫണൽ എസ്കേപ്പ് ഏറ്റവും മുകളിൽ ലെഫ്റ്റ് സൈഡിലാണ്, അതിൻ്റെ റൈറ്റ് സൈഡിലാണ് ലാസ്റ്റ് സ്റ്റെയർ കേസ് വന്ന് നിൽക്കുന്നത്. ആ ലാസ്റ്റ് സ്റ്റെയർ കേസിൻ്റെ ഒരു 4 തൊട്ട് താഴത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ വെച്ചിട്ട് പോലീസ് അതിന് മുമ്പേ വന്നിട്ട് ബോഡി എടുത്തിട്ടുണ്ട്, 2 ബോഡി. അതായത് ചീഫ് എഞ്ചിനീയർ, തേർഡ് എഞ്ചിനീയർ എവിടെയോ കൊളാപ്സ് ചെയ്തിട്ടുണ്ട്. ചീഫ് എഞ്ചിനീയർ തേർഡ് എഞ്ചിനീയറെ ഹോൾഡ് ചെയ്തുകൊണ്ട് വരുന്ന രീതിയിലാണ് ആ പടം വരച്ചിട്ടേക്കുന്നത്. എവിടെയോ വെച്ചിട്ട് ശ്വാസം പോയ തേർഡ് എഞ്ചിനീയറെയും കോർത്ത് ചീഫ് എഞ്ചിനീയർ ഇത് ക്ലൈംബ് ചെയ്ത് മുകളിൽ വന്ന് ഏറ്റവും, അതായത് തൊട്ട്, പക്ഷേ ചീഫ് എഞ്ചിനീയർക്കും കൃത്യമായിട്ട് അറിയത്തില്ല ഈ പുകയ്ക്കിടയിൽ എന്താണ് എവിടെ ലെഫ്റ്റാണോ റൈറ്റ് ആണോ എന്ന് അറിയത്തില്ല ഇവർക്ക്. കാര്യം ഇവരാരും ഷിപ്പ് ഡിസൈനേഴ്സ് അല്ലല്ലോ, അവർ എഞ്ചിൻ റൂം നോക്കുന്നതല്ലാതെ ഇതിൻ്റെ എസ്കേപ്പ് റൂട്ട്സിനെ കുറിച്ച് വലിയ ധാരണയില്ല. അപ്പോൾ അവിടെ ഒരു എസ്കേപ്പ് ഉണ്ടെന്ന് മാത്രമേ അറിയത്തുള്ളൂ, കൃത്യമായിട്ട് അറിയാത്തതുകൊണ്ടാവാം. അതിൻ്റെ അടുത്ത് വരെ എത്തി, പക്ഷെ അവിടെ വെച്ച് കൊളാപ്സ് ചെയ്തിട്ടുണ്ട്. അവിടെയാണിത് വരച്ചിട്ടേക്കുന്നത്. അതൊരു വല്ലാത്ത ആ ഒരു പിക്ചർ കാണുമ്പോൾ ഉള്ളൊരു അവസ്ഥ എന്ന് വെച്ചാൽ ഒരു സൈക്കോളജിക്കൽ വളരെ യങ് ഏജ് അല്ലേ, അതൊരു ഭയങ്കര ഇമ്പാക്റ്റാണ്. അവിടെയാണ് ഒന്നും, പിന്നെ ഷിപ്പിനകത്ത് കഴിക്കാനൊന്നുമില്ല, വെള്ളമില്ല, ഒന്നുമില്ല. നമുക്കൊരു 10 ദിവസം വീണ്ടും അവിടെ നിൽക്കേണ്ടി വന്നു. ഇത് മൊത്തം ഈ കരയിൽ നിന്ന് 100 കണക്കിന് ആൾക്കാർ വന്നിട്ടാണ് ഇത് മൊത്തം ക്ലീൻ ചെയ്യുന്നതും എല്ലാം കഴിഞ്ഞ് വെള്ളമെല്ലാം പമ്പ് ചെയ്ത് കളഞ്ഞ് കംപ്ലീറ്റ്ലി ഷിപ്പിനെ രക്ഷപ്പെടുത്താൻ പറ്റുമെന്നാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെ 10 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എന്നെ റിലീവ് ചെയ്യാനായിട്ട് പകരം ആൾ വന്നു. അങ്ങനെ ഞാൻ എൻ്റെ 6 മാസത്തെ സീ ലൈഫും കഴിഞ്ഞിട്ട്, അപ്പം സ്വപ്നം മുഴുവൻ എന്താണ്, സിനിമയിൽ പോകണം എന്നുള്ളതായിരുന്നു. പക്ഷേ ഈ ഒരു ഷോക്ക്, അതായത് നമ്മുടെ ലൈഫ് നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആ ഒരു ജീവിതം, അതായത് 2ാം ജന്മം. അന്ന് ഞാൻ ഒരു ഡിസിഷൻ എടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ തേർഡ് എഞ്ചിനീയർ എൻ്റെ മുന്നിൽ വന്ന് പറഞ്ഞ ആ ഫയറിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ വെച്ചിട്ട് ഞാൻ ഒരു വേറിട്ട വഴി, സ്വന്തം വഴി, അത് ഇതാണ് ശരിയെന്ന് എനിക്ക് തോന്നിയൊരു വഴി എടുക്കാതെ എല്ലാവരും ചെയ്യുന്ന പോലെ എൻ്റെ സ്ഥാനത്ത് വേറെ ആരാണെങ്കിലും ചീഫ് എഞ്ചിനീയറും തേർഡ് എഞ്ചിനീയറും എവിടെ പോകുന്നു അവരോടൊപ്പം തന്നെ പോകും. അവരെവിടെ ആ ചീഫ് എഞ്ചിനീയർ കൈകോർത്ത് പോകുന്ന വഴിക്ക് എവിടെയോ എൻ്റെ പടവും വരച്ചിക്കപ്പെടേണ്ടതാണ്. അവിടെ നിന്ന് രക്ഷപ്പെട്ടു വരികയാണ്. വീട്ടിലാണെങ്കിൽ മരണത്തിനിക്കൽ ഞാൻ മരിച്ചു എന്ന് കരുതിയിരിക്കുന്ന വീട്ടുകാർ, അവരുടെ ഇടയിലേക്ക് ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് ഞാൻ വേറൊരു രൂപത്തിലാണ് വരുന്നത്. എൻ്റെ സിനിമാ സ്വപ്നങ്ങളൊക്കെ അപ്പോഴത്തേക്ക് കുറച്ച് എല്ലാം പോയി. കാര്യം ഒരു പുതിയ ജീവിതം പോലെയാണ് വരുന്നത്. പിന്നെ എനിക്ക് ആകെ ഇനി ഞാൻ നോക്കുമ്പോൾ 6 മാസം എൻ്റെ മുന്നിൽ സമയമുണ്ട്. അതെനിക്ക് സിനിമയ്ക്ക് പോകാം, അല്ലെങ്കിൽ ഒരു റീബർത്ത് എൻജോയ് ചെയ്യാം. ഞാൻ 2ാമത്തെ വഴിയാണ് എടുത്തത്.
ഞാൻ തൽക്കാലത്തേക്ക് സിനിമ പരിപാടി അവിടെ ആ 6 മാസം നിർത്തിയിട്ട് ആ തിരിച്ച് കിട്ടിയ ജീവിതം ഇനി ആ 6 മാസം ഞാൻ എൻജോയ് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിച്ച് എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പണം ഈ 6 മാസത്തെ സാലറി 1 രൂപ പോലും വേസ്റ്റാക്കാതെ എല്ലാം ഉണ്ട്. അപ്പോൾ എൻ്റെ ബ്രദർ എൻ്റെ ബ്രദർ നേവൽ ആർക്കിടെക്റ്റ് തന്നെയാണ്, എന്നെ പഠിപ്പിച്ച അധ്യാപനം കൂടെയാണ്. വളരെ നല്ല രീതിയിൽ പറഞ്ഞു, മോനെ എൻ്റെ വീടിൻ്റെ അടുത്ത് കുറച്ച് പറമ്പുണ്ട്, നീ അത് വാങ്ങിയിട്, ഇന്ന് ആ പറമ്പിന് കോടികൾ വിലയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഈ 6 മാസം എനിക്ക് എൻജോയ് ചെയ്യാനുള്ളതാണ്. ആ 6 മാസം സത്യം പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ ഇത്രയും മനോഹരമായ ദിവസങ്ങളില്ല. ഈ 6 മാസം ആവശ്യത്തിന് പണമുണ്ട്. ഞാൻ എവിടെ എൻ്റെ ഫ്രണ്ട്സിനെ കാണേണ്ടവരെല്ലാം, റിലേറ്റീവ്സിനെ, ഫ്രണ്ട്സിനെ എല്ലാവരെയും പോയി 6 മാസം ഒരു ദിവസം പോലും വേസ്റ്റാക്കാതെ അതൊരു ആഘോഷമായിരുന്നു. ഞാനിങ്ങനെ ഇടയ്ക്ക് ഗോവയിൽ പോകും, ഗോവയിൽ നിന്ന് ബോംബെയിൽ പോകും, അവിടെയൊക്കെ നമ്മുടെ ഫ്രണ്ട്സുണ്ട്, അവിടെ എല്ലാം പോയി കാണും, തിരിച്ച് വരും. ഒരു ബൈക്കുണ്ട്, ഈ ബൈക്കിൽ നിന്ന് ഇറങ്ങത്തില്ല. ഈ 6 മാസം പോയതറിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അതിനിടയ്ക്ക് എൻ്റെ ആ സിനിമാ മോഹം ഞാൻ കരുതിയ ആ തിരിച്ച് വന്ന 6 മാസം സിനിമ ചെയ്യണമെന്നുള്ള ആ മോഹം പോയി. അവിടുന്ന് മാറി ഈ കപ്പലിലേക്ക് പോകുന്നത് തന്നെ എനിക്കൊരു തരം ഭയമല്ല, വീണ്ടും അത് കപ്പലിൽ കയറണമെന്ന് തോന്നുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം തെളിഞ്ഞു വരുന്ന ആ തേർഡ് എഞ്ചിനീയറെ കൈകോർത്ത് കിടക്കുന്ന ചീഫ് എഞ്ചിനീയറെ 2 പേരുടെയും കൂടെ പടമില്ല അവിടെ വരച്ചിട്ടിരിക്കുന്നത്, പോലീസ് വരച്ചേക്കുന്നത്. ആ പടമാണ് എൻ്റെ മുന്നിൽ വരുന്നത്. അവിടുത്തെ ആ തീ പിടിച്ച ആ അറ്റ്മോസ്ഫിയറിൻ്റെ ഒരു സ്മെല്ല്, ഇതെല്ലാം ഒരു ഭയാനകമായ ഒരു അവസ്ഥയാണ്. അപ്പോൾ ഒരു 2 മണി 3 മണി അങ്ങനെ ആയപ്പോൾ കൊണ്ടുവരാം ഞങ്ങൾ കഴിഞ്ഞിപ്പോൾ നേരെ തിരിച്ച് നമ്മൾ പോകുന്നു, വീട്ടിൽ പോകുന്ന എൻജോയ് ചെയ്യുന്നു. അപ്പോൾ കൊണ്ടുവരാം നമ്മുടെ കൂടെയുള്ള സീനിയർ പാർട്ടിക്ക് ഇൻഫർമേഷൻ, അടുത്ത ഷിപ്പ് വന്നിട്ടുണ്ട്, അങ്ങോട്ട് വിട്ടോളാം. ഞങ്ങളവിടുന്ന് അടുത്ത ഷിപ്പിലേക്ക് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് രാത്രി ഏതാണ്ട് 8 മണി 9 മണി അങ്ങാണ്ടായി. അപ്പോഴത്തേക്ക് അടുത്ത കോള്, അടുത്ത ഷിപ്പ് വന്നിരുന്നു. യു വോണ്ട് ബിലീവ്, ഞങ്ങൾ തിരിച്ച് റൂമിൽ വരുമ്പം 4 മണി, രാവിലെ 7:45 പോയാൽ ഞങ്ങൾ തിരിച്ച് വരും 4 മണി. പക്ഷേ ഈ 4 മണിക്ക് കൊണ്ട് വിട്ടപ്പം തന്നെ അവർ പറഞ്ഞ് കൃത്യമായിട്ട് രാവിലെ 7:45 തന്നെ റെഡി ആയിക്കൊള്ളാൻ പറയും.